സ്റ്റഡി വെല്ലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഭക്ഷണവും മനുഷ്യനും. അപ്പം ഇന്ന് അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എല്ലാവരും ആ വീഡിയോ കണ്ട ശേഷം മാത്രമേ ഇത് കാണുക, കാരണം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും, പാരൻസ് ആയാലും കുട്ടികളായാലും, അവരുടെ കുട്ടികളുടെ പേരൊന്ന് അറ്റൻഡൻസ് ആയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭക്ഷണ സമ്പാദനത്തെക്കുറിച്ചായിരുന്നു അല്ലേ പറഞ്ഞത്. ഭക്ഷണ സമ്പാദനം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീയും ഭക്ഷണവും എന്ന ഒരു ഭാഗത്തിലേക്ക് കടക്കാം. ഇതാണ് എന്താ പറയുക, ഏറ്റവും ഈ ഫുഡിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ സുപ്രധാനമായ ഒരു മാറ്റമായിരുന്നു തീയുടെ കണ്ടുപിടുത്തത്തോടെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ഒരു കഥ പോലെ പറയുകയാണെങ്കിൽ, പണ്ടൊരിക്കൽ കാട്ടിൽ തീപിടുത്തം ഉണ്ടാവാറുണ്ടായത്. തീപിടുത്തത്തിൽ പെട്ട് ഒരുപാട് മൃഗങ്ങൾ വെന്ത് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ മരിച്ച മൃഗങ്ങൾ, എന്തായാലും ഇവർക്ക് വേട്ടയാടിയിട്ട് മൃഗങ്ങളാണല്ലോ കഴിക്കുക. അപ്പോൾ ഇങ്ങനെ വെന്ത് മരിച്ച് കിടക്കുന്ന മൃഗങ്ങളെ ഇവരെടുത്ത് കഴിക്കുകയാണ് ഉണ്ടായത്. കഴിച്ചപ്പം മുന്നിലത്തേനേയും കാട്ടും, അതായത് വേവിക്കാതെ കഴിച്ച ആ ഒരു ഭക്ഷണത്തിനേയും കാട്ടും ഒരു കുറച്ചും കൂടി രുചികരമായിട്ട് ഇവർക്കിത് തോന്നുകയും, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വേവിച്ച് കഴിച്ചുകൂടാന്നുള്ള ചിന്ത അവർക്ക് വരിക. പക്ഷേ എങ്ങനെ തീ ഉപയോഗിക്കണമെന്നോ എങ്ങനെ തീനെ കൺട്രോൾ ചെയ്യണമെന്നോ അവർക്കറിയില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുകയാണ്, ഈ തീ കല്ലുകൾ കൂട്ടിയിടിക്കുമ്പോൾ ചില്ലകൾ പാറയിൽ ഉരയുമ്പോൾ ഒക്കെ തീ ഉണ്ടാവുന്നുണ്ട് ഇവർ മനസ്സിലാക്കുക. അതിനുശേഷം ഇവരെന്ത് ചെയ്യും, തീ നിയന്ത്രിച്ച് ഉപയോഗിക്കാനുള്ളൊരു പരിശീലിച്ചെടുക്കും. എങ്ങനെ തീ ഉണ്ടാക്കാമെന്നും എങ്ങനെ ആ തീനെ ഒഴിവാക്കാം അല്ലെങ്കിൽ കെടുത്താമെന്ന് ഇവർക്ക് മനസ്സിലാവും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, ഭക്ഷണ സാധനങ്ങൾ ചുട്ട് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം, തീയും ഭക്ഷണവും അല്ലേ. അപ്പം ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനാണ് അവിടെ കാണുന്നത്. വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടാവുക? ഒരിക്കലും അല്ല അല്ലേ. ആ കാലത്ത് തീ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ വേട്ടയാടി കൊണ്ടുവന്ന ഈ മൃഗങ്ങളെയും പക്ഷികളെയും ഈ മീനുകളെയും ഒക്കെ ഇവരെന്ത് ചെയ്യുക, പച്ചയ്ക്ക് തന്നെയായിരുന്നു ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഫലങ്ങളായാലും എന്ത് തന്നെയാണ്, കായ്കനികളായാലും ഇവരെന്ത് ചെയ്യും, പച്ചയായിട്ട് തന്നെയായിരുന്നു കഴിച്ചിരുന്നത്. ഒരിക്കലും അവരത് വേവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ചുട്ട് കഴിക്കുക, ആ ഒരു ഐഡിയ, ഒരു കൺസെപ്റ്റ് അവിടേക്ക് വന്നിട്ടില്ലായിരുന്നു. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. കണ്ടില്ലേ, തീയുടെ ആ ഒരു ഉപയോഗം അവർക്ക് അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ സാധനം പച്ചയായിട്ട് തന്നെ കഴിക്കും, കാരണം അങ്ങനെ ഒരു ഉണ്ടെന്ന് പോലും അവർക്ക് അറിയില്ലല്ലോ. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പം മിസ് പറഞ്ഞു അല്ലേ, തീയെ എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ തീ കൊണ്ടുവരാമെന്നും ആ തീയെ എങ്ങനെ കെടുത്താം, അതെങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളൊരു ഐഡിയ വന്നതോടെ ഇവരെന്ത് ചെയ്യും, ഭക്ഷണം ഇവർ വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ഇതിൽ പറയുന്നുണ്ട്, തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങിയെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ തീ ഉൽപ്പാദനം ഉണ്ടായെന്നും എങ്ങനെയാണ് അവ നിയന്ത്രിച്ചതും, നമുക്ക് എങ്ങനെയാണ് ഇവരിലേക്ക് ഈ ഐഡിയ എത്തിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സൈഡിലൊരു പച്ച ബോക്സ് കണ്ടോ എല്ലാവരും. അപ്പോൾ ആ പച്ച ബോക്സിൽ എന്താ നമുക്കൊന്ന് വായിച്ചു നോക്കാം. തീ ഉൽപ്പാദനവും നിയന്ത്രണം. ഉണങ്ങിയ മരങ്ങൾ തമ്മിലുരഞ്ഞും പാറയിലുരഞ്ഞും തീ ഉണ്ടാകുന്നതായി മനുഷ്യർ കണ്ടു. എങ്ങനെയാണ്, ഉണങ്ങിയ മരങ്ങൾ തമ്മിലുരഞ്ഞിട്ട്, അതായത് ചില്ലകൾ തമ്മിലുരഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ ചില്ല പാറയിലുരഞ്ഞിട്ടൊക്കെ എന്തായി, തീ ഉണ്ടാകുന്നതായിട്ട് മനുഷ്യർക്ക് കാണാൻ സാധിച്ചു. ഉണക്ക മരം പാറയിലുരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. ഉണക്ക മരം പാറയിൽ ഉരച്ചിട്ടോ അല്ലെങ്കിൽ കല്ലുകൾ കൂട്ടി ഉരച്ചാൽ തീ ഉണ്ടാകും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. മിസ് തുടക്കം തന്നെ പറഞ്ഞു, തീ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ അതാണ് നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടായ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും സുപ്രധാനമായ മാറ്റങ്ങളിൽ ഒന്നാണ് തീയുടെ കണ്ടുപിടുത്തം. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. അതും മിസ് പറഞ്ഞല്ലോ, ഈ കാട്ടുതീയിലകപ്പെട്ട് വെന്ത് ചത്ത മൃഗങ്ങളെ ആയിരിക്കാം ഇവർ ആദ്യം കഴിച്ചിട്ടുണ്ടായ വേവിച്ച ഭക്ഷണം. അങ്ങനെയാണ് ഇവർ ഈ വേവിച്ച ഭക്ഷണത്തിൻ്റെ രുചി പോലും അറിയുന്നത്. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും ഒക്കെ ചുട്ടു തിന്നാൻ അവർ ആരംഭിച്ചു. എങ്ങനെ അവർ പിന്നെ അവർ തീ ഉണ്ടാക്കാൻ പഠിച്ചു. എങ്ങനെയൊക്കെ തീ ഈ ചില്ലയിൽ ഉരഞ്ഞിട്ടും അല്ലെങ്കിൽ കല്ലുകൾ കൂട്ടി ഉരച്ചിട്ടും തീ ഉണ്ടാക്കാൻ അവർ പഠിച്ചതോടെ എന്ത് ചെയ്യും, മാംസവും മത്സ്യവും ഒക്കെ ചുട്ടു തിന്നാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകൾ, കിഴങ്ങുകൾ ചുട്ടു തിന്നാൻ തുടങ്ങി. പിന്നെ മൃഗങ്ങൾ മാത്രമല്ല, ഈ കിഴങ്ങുകളും വേരുകളൊക്കെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ചുട്ടു കഴിക്കാൻ തുടങ്ങി.
ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അതായത് ഈ ഒരു മാറ്റത്തിലൂടെയാണ് ഭക്ഷണം എങ്ങനെ പാകം ചെയ്ത് കഴിക്കുക എന്നുള്ള ആ ഒരു ഐഡിയയിലേക്ക് ഇവരെത്തുന്നത്. ആദ്യം അവരെന്ത് ചെയ്തു, വേട്ടയാടി ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ തീ കണ്ടുപിടിച്ചതോടെ എന്ത് ചെയ്തു, വേവിച്ച് ഭക്ഷണം കഴിക്കാൻ പഠിച്ചു അല്ലേ. അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണോ നേടിയിരുന്നത്? ആയിരിക്കില്ല അല്ലേ. കാരണം വേട്ടയാടിയിട്ട് ഒരു മൃഗത്തിനെ വലുതാണെങ്കിൽ ഒരുപാട് എന്താ പറയുക, ആ ഒരു ദിവസത്തേക്ക് മാത്രമായിരിക്കില്ല അവർക്കത് ഉണ്ടാവുക. കാരണം അടുത്ത ദിവസത്തേക്കും ഉണ്ടാവും. പിൻകാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. പല കാര്യങ്ങൾ കൊണ്ട് ഇവരെന്തായി, ഭക്ഷണ സമ്പാദനത്തിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ അവർ നിർബന്ധിതരാവുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യമായിരിക്കും ഇവരെ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധരാക്കിയത്? ഒന്ന് നോക്കിയാലോ. അതായത് ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? അതിൽ കുറേ 3 പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. 3 പോയിൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് എഴുതണം. ഒന്നാമത്തെ പോയിൻ്റ് എന്താ, ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ്. ഇവർക്ക് ആവശ്യാനുസരണം ഭക്ഷണം കിട്ടാതെ വരുന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെന്താ, ജനസംഖ്യാ വർധനവ്. അതായത് അവർക്ക് അവിടെ ആൾക്കാരുടെ എണ്ണം കൂടുകയാണ്. പിന്നെയോ പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. ശരിയാണ് അല്ലേ, പരിസ്ഥിതിയിൽ അവർ പ്രതീക്ഷിക്കാതെ ഉണ്ടായ മാറ്റങ്ങൾ. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? ഒന്നാമതായിട്ട് നമുക്ക് എന്ത് എഴുതാം, കാലാവസ്ഥാ മാറ്റം. പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ മാറ്റം അതൊരു പ്രശ്നമാണ്. പ്രകൃതിയിലുണ്ടായ ദുരന്തങ്ങൾ. പിന്നെന്താണ്, മനുഷ്യർക്ക് അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവാം അല്ലേ, അതൊരു